Hi everyone, welcome back to Shanu's Taste Buds. ഇന്ന് ഞാൻ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ചിക്കൻ എപ്പോഴും ചിക്കൻ കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരുവിധം വലിയ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് ഒന്ന് ഹാഫ് ബോയിൽഡ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. അപ്പോൾ ഇതെല്ലാ ചിക്കൻ പീസസും ഇതിലോട്ട് ഞാനിവിടെ വലിയ പാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ പീസസ് മുഴുവൻ ഇതിലേക്കിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഹാഫ് ബോയിൽഡ് ആ പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് മൊരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് ഹാഫ് ബോയിൽഡ് ആക്കിയെടുക്കാം. പിന്നെ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണിത്. പിന്നെ ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടറും കൂടെ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മളിതിന് ബട്ടർ ചിക്കൻ എന്ന് പേര് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഇത് നല്ലൊരു ബട്ടറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ ചിക്കൻ കറിക്ക്. പിന്നെ ഇത് 2 സൈഡും ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി അതേ ചട്ടിയിൽ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബട്ടർ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ഈ കറിക്ക്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യവും ഇല്ല ഈ കറി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനാ നേരത്തെ പറഞ്ഞു ഒരുപാട് വഴറ്റിയെടുക്കേണ്ടതോ അതേപോലെ തക്കാളിയും സവാളയും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഈ മസാല നമ്മൾ അരച്ചെടുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വഴന്ന് അലിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാല ഒരുവിധം നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കാഷ്യൂ നട്ട്സ് ആദ്യമേ തന്നെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി അതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മസാലയൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കരുത്. മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കാര്യം ഇതിപ്പോൾ മസാല അധികം ഉണ്ട്. അപ്പോൾ ഒരുമിച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ അരഞ്ഞു വരുമ്പോൾ പുറത്തേക്കൊക്കെ ചാടി വരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് നമ്മുടെ മസാല അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഈ മസാല, ഈ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഈ കറി വരാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം കാഷ്യൂ നട്ട്സൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അമുൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമുലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഫ്രഷ് ക്രീം ചേർത്താലും മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഇത് ഇതേപോലെ പാക്കിങ്ങിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ആ ബട്ടർ ചിക്കൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ ഹാഫ് ബോയിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി ഈ ഗ്രേവിയിൽ കിടന്ന് വേണം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്തും ഇതിന് മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, കുറച്ച് അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ആ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. കാര്യം ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ ആ ഒരു ബട്ടർ അതിന് മുകളിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുമായിരിക്കും, പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.